ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ജോജെ കിച്ചൻ. എല്ലാവരും സുഖമായിരിക്കുന്നോ? ഇന്ന് ജോജെ കിച്ചനിൽ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല ഈദ് സ്പെഷ്യൽ ആയിട്ടുള്ള നല്ല അടിപൊളി ഒരു സ്വീറ്റ് ആണ് ബക്കലാവ. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാം. നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. കിച്ചണിലേക്ക് പോകാം. നമ്മൾ ബക്കലവ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ കുറച്ച് സാധനങ്ങളൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. ഗീ ഉണ്ട്, ഓയിലുണ്ട്, കുറച്ച് പിസ്ത തൊണ്ടൊക്കെ കളഞ്ഞൊന്ന് ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ഷുഗർ പാനി ഉണ്ടാക്കണം. അതിന് വേണ്ടിയിട്ട് കുറച്ച് ഷുഗർ ഞാൻ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാനിവിടെ ബക്കലവ ഉണ്ടാക്കുന്നത് നമ്മുടെ സമോസ ലീഫ് ഉപയോഗിച്ചിട്ടാണ്. ഇനി ബക്കലവ ഉണ്ടാക്കാൻ പൈലോ ഷീറ്റ്സ് എന്ന് പറഞ്ഞിട്ട് ഷീറ്റ് വാങ്ങിക്കാൻ കിട്ടും. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് വീട്ടിലുണ്ടാക്കിയെടുക്കാൻ അറിയുന്നവരാണെങ്കിൽ വീട്ടിലുണ്ടാക്കിയെടുക്കാൻ പറ്റും. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ട് ഈസി ആയിട്ട് നമ്മുടെ സമോസ ഷീറ്റ് വെച്ച് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം തന്നെ ഈ ഷീറ്റ് ഒരു 10 മിനിറ്റ് മുമ്പേ ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് പുറത്ത് വെച്ച ഷീറ്റാണ്. അതൊന്നിങ്ങനെ സെപ്പറേറ്റ് ചെയ്തെടുക്കുക. എല്ലാ ഷീറ്റും സെപ്പറേറ്റ് ചെയ്തെടുക്കുക. ഞാനിവിടെ ഒരു 1.5 പാക്കറ്റ് 30 പീസസിൻ്റെ ഒരു 1.5 പാക്കറ്റാണ് എടുത്ത് വെച്ചിട്ടുള്ളത്. നമുക്ക് ആവശ്യാനുസരണം തിക്നെസ്സിനനുസരിച്ച് ആ ഷീറ്റ് വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് ആ ഓയിലും ഗീയും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. നമുക്ക് ഗീ വേണമെങ്കിൽ തന്നെ ഉപയോഗിക്കാം, അതിനും കുഴപ്പമൊന്നുമില്ല. ഞാനിവിടെ പകുതിയായിട്ടാണ് സെയിം ഈക്വലായിട്ടാണ് ഗീയും കുക്കിംഗ് ഓയിലും എടുത്തേക്കുന്നത്. 30 ml ഗീയും 30 ml കുക്കിംഗ് ഓയിലുമാണ്. അത് രണ്ടും കൂടെ നമ്മളൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഞാനിവിടെ ഒരു ബേക്കിംഗ് പാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ചില്ലിന് വേണമെന്ന് ഒരു നിർബന്ധമില്ല കേട്ടോ. ഞാൻ നമ്മുടെ സാധാരണ ബേക്കിംഗ് പാൻ മതി. അതിൻ്റെ അടിയിൽ നല്ലതായിട്ട് നമ്മുടെ ഈ ഓയിലിൻ്റെ മിക്സ് അങ്ങോട്ട് തേച്ച് കൊടുക്കുക. നമുക്കറിയാം, നമ്മൾ കടകളിൽ നിന്നൊക്കെ വാങ്ങിക്കുമ്പോഴത്തേനും നല്ല വില കൊടുത്ത് വാങ്ങിക്കുന്നത് ബക്കലവ. അത് ഇത്ര ഈസി ആയിട്ട് ലോ കോസ്റ്റിൽ നമ്മുടെ വീട്ടിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നമ്മൾ ആ ഷീറ്റ് ഫസ്റ്റ് ലെയർ ഒന്ന് ഇട്ട് കൊടുക്കുക. ഇനി അതിൻ്റെ മുകളിൽ ആ നെയ്യുടെ മിക്സ്ചറൊന്ന് തേച്ച് കൊടുക്കുക. അങ്ങനെ നമുക്ക് ആവശ്യമുള്ള അത്ര തിക്നെസ്സിൽ അതിനെ റെഡിയാക്കി എടുക്കുകയാണ്. ഇതിൻ്റെ കൂടെ ഞാനൊരു കാര്യം പറയട്ടെ. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത് നമുക്ക് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒത്തിരി താങ്ക്സ്. അതുപോലെ ഇനിയും ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒരു ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അതിൻ്റെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് അമർത്തി വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെയുള്ള നല്ല റെസിപ്പീസ് ഇനിയും ഇടുമ്പോഴത്തേനും നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കിട്ടും. അതുപോലെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യാൻ മറക്കാതിരിക്കുക. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളൊക്കെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഇട്ട് കഴിഞ്ഞാൽ അത് ഞങ്ങളുടെ ഇമ്പ്രൂവ്മെൻറ്റിന് സഹായിക്കും. അതുപോലെ നമ്മുടെ ഫേസ്ബുക്ക് പേജ്, ഇൻസ്റ്റാഗ്രാം പേജ്, ജോജെ കിച്ചൻ ഇൻസ്റ്റാഗ്രാം പേജ്, അതിൻ്റെ ലിങ്ക് ഇതിൻ്റെ താഴെ കൊടുക്കുന്നുണ്ട്. അത് ഫോളോ ചെയ്യാത്തവരൊന്ന് ഫോളോ ചെയ്യുക. നമ്മളിങ്ങനെ ഓയിൽ തേച്ച് കൊടുക്കുന്നതിൽ ഒരു ലുബ്ധം കാണിക്കേണ്ട. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഓയിൽ നന്നായിട്ട് തേച്ച് കൊടുക്കുമ്പോഴാണ് അത് ലെയറായിട്ട് ഇങ്ങനെ പൊളിഞ്ഞു വരുവുള്ളൂ. ഇപ്പം ഞാനൊരു 8 ഷീറ്റ്സൊക്കെ വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ അതിൻ്റെ മുകളിലേക്ക് ആ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന പിസ്ത ഇട്ട് കൊടുക്കുകയാണ്. നമുക്ക് എത്ര ലെയർ വേണമെങ്കിലും നമുക്ക് വെക്കാം കേട്ടോ, അതിനൊരു കുഴപ്പമില്ല. അതനുസരിച്ച് നമ്മൾ സമയം കൂടുതൽ വെക്കണമെന്നേ ഉള്ളൂ. അതുപോലെ നമ്മുടെ നട്ട്സ് യൂസ് ചെയ്യുന്നത് പിസ്ത ഉപയോഗിക്കാം. അതുപോലെ തന്നെ വാൾനട്ട്സോ അല്ലെങ്കിൽ ഹസൽനട്ട്സോ അതൊക്കെ വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇനി നമ്മളതുപോലെ തന്നെ അതിൻ്റെ മുകളിലേക്ക് കുറച്ച് ലെയർ വെച്ച് കൊടുക്കുകയാണ്. നമ്മൾ ബേക്ക് ചെയ്യുമ്പോഴത്തേനും നമ്മൾ വെച്ച് കൊടുക്കുന്ന ഷീറ്റിൻ്റെ കനനുസരിച്ചിരിക്കും അതിൻ്റെ ബേക്കിംഗ് ടൈം. നമുക്ക് ഈ ലെയേഴ്സിൻ്റെ ഇടയ്ക്ക് ഒരു ലെയറും കൂടെ വേണമെങ്കിൽ നട്ട്സ് വെച്ച് കൊടുക്കുന്നതിന് കുഴപ്പമില്ല. ഇപ്പം ഞാൻ അതിൻ്റെ മുകളിലേക്കും ഒരു 6 ഷീറ്റ് വീതം വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ
അതിനൊന്ന് ഇപ്പം തന്നെ കട്ട് ചെയ്ത് വെച്ച് കൊടുക്കുകയാണ്. അതിനൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്ത് വെച്ചേക്കാം കേട്ടോ. നമുക്കിനി ആ ബാക്കി വന്ന ഓയിൽ അതിൻ്റെ മുകളിൽ കൂടെ ഒഴിച്ചു കൊടുക്കാം. നമ്മൾ മുറിച്ച് വെക്കുമ്പോഴത്തേന് അതിൻ്റെ ഇടയിൽ കൂടെ ഒക്കെ ആ ഓയിലൊക്കെ അങ്ങോട്ട് ഇറങ്ങിയിട്ട് നന്നായി ബേക്കായിട്ട് വരും. ഇനി നമ്മൾ 10 മിനിറ്റ്സ് പ്രീ ഹീറ്റ് ചെയ്തിട്ടുള്ള ഓവനിലേക്ക് വെക്കുകയാണ്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു നമ്മൾ വെക്കുന്ന ലെയറിൻ്റെ അനുസരിച്ചിട്ടാണ് അതിൻ്റെ ബേക്കിംഗ് ടൈം. നമുക്ക് നോക്കാം എത്ര സമയം എടുക്കുമെന്ന്. ഞാനിവിടെ ടോട്ടൽ ഒരു 13 ലെയറാണ് വെച്ചിട്ടുള്ളത്. നമ്മുടെ ബക്കലവ ആയി വരുന്ന സമയം കൊണ്ട് നമുക്ക് അതിനാവശ്യമുള്ള ഷുഗർ പാനി ഉണ്ടാക്കിയെടുക്കണം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു 3/4 കപ്പ് തന്നെ ഇല്ല ഷുഗർ എടുത്തിട്ടുണ്ട്. മധുരം ഒത്തിരി വേണ്ടവർക്ക് കുറച്ചും കൂടി ഷുഗർ എടുക്കുന്നതിന് കുഴപ്പമില്ല. അപ്പോൾ 3/4 കപ്പ് പഞ്ചസാരയിലേക്ക് ഞാനൊരു 1/2 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അതൊന്ന് ഇച്ചിരി ഒന്ന് കുറുകി വരുമ്പോഴത്തേന് അതിനകത്തേക്ക് നമ്മൾ ഇച്ചിരി നാരങ്ങനീര് ഒഴിച്ചിട്ടാണ് പഞ്ചസാര പാനി ഉണ്ടാക്കുന്നത്. പഞ്ചസാര പാനി ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോ ഞാൻ നേരത്തെ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തേക്കാം, ആവശ്യമുള്ളവർ നോക്കാം. അപ്പോൾ നമുക്കതൊന്ന് ഉണ്ടാക്കിയെടുക്കാം. ബക്കലവയൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്. നമുക്ക് അത് ചൂടോടെ എടുത്തു വെച്ച് ചൂടോടുകൂടി തന്നെ നമ്മൾ ആ പാനി ഉണ്ടാക്കി വെച്ചേക്കുന്നത് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക. നമ്മുടെ ബക്കലവ റെഡിയായി വന്നിട്ടുണ്ട്. പഞ്ചസാര പാനി ഒഴിച്ച് ഒരു ഹാഫ് ആൻ അവറൊക്കെ വെച്ചിട്ടാണ് ഇതെടുക്കുന്നതെങ്കിൽ നല്ല അടിപൊളിയായിട്ട് നല്ല സോഫ്റ്റായിട്ട് വരും. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതിൻ്റെ ഉള്ളൊക്കെ ഉണ്ടാകും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ പറയാൻ മറക്കരുത്. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ, താങ്ക് യു.